മനസ്സിൻ്റെ താളം ഏതാണ്? ചെമ്പട, ആദി, ത്രിപുട? അറിയില്ല. ഒന്നറിയാം, മനസ്സിൻ്റെ കൃത്യമായ താളം കൂടിയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം. ശ്രുതിയും താളവും ഒത്തുചേരുമ്പോഴാണ് നല്ല സംഗീതം ജനിക്കുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും ബാലൻസ്ഡ് ആവുമ്പോഴാണ് ശരിയായ മാനസികാരോഗ്യം ഉണ്ടാവുന്നത്. ഒരുപാട് ആളുകൾക്ക് നോർമൽ ആൻഡ് അബ്നോർമൽ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ചരക സംഹിതയിൽ പ്രതിപാദിച്ചിട്ടുള്ള പാരമ്പര്യ ചികിത്സാ രീതികൾ കൂടാതെ സ്മൃതി മെഡിറ്റേഷൻ എന്ന നൂതനമായ ഫലപ്രദമായ മെഡിറ്റേഷൻ രീതി ഒൻറ്റാരിയോ ആയുർവേദിക് മെഡിക്കൽ സെന്ററിൽ നൽകുന്നുണ്ട്. ഡോക്ടർ, സ്മൃതി മെഡിറ്റേഷനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഒരു വ്യക്തി കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന പ്രായത്തിൽ പലതരം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇംപ്രഷൻസിലൂടെ കടന്നു പോകുന്നു. ഈ നെഗറ്റീവ് ഇംപ്രഷൻസ് ഭാവിയിൽ പലതരം സ്വഭാവ വൈകല്യങ്ങളായും പലതരം ഫോബിയാസ്, ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവയായി മാറാനും സാധ്യതയുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ മനോദോഷങ്ങളായ രജസിൻ്റെയും തമസിൻ്റെയും ചികിത്സയ്ക്കുള്ള ഉപാധിയായി പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം, വിജ്ഞാനം, ധൈര്യം, സ്മൃതി, സമാധി എന്നിവയാണ്. ഇതിൽ സ്മൃതിയും സമാധിയും, സ്മൃതി എന്നാൽ മെമ്മറി, സമാധി എന്നാൽ മെഡിറ്റേഷൻ, ഈ രണ്ട് ടൂൾസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതരം ആയുർവേദിക് സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡാണ് സ്മൃതി മെഡിറ്റേഷൻ. ഇതുവഴി ചെറുപ്രായത്തിലുണ്ടായിട്ടുള്ള എല്ലാത്തരം നെഗറ്റീവ് ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാനും നമ്മുടെ മെമ്മറിയെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. ഇന്ന് കാണുന്ന പല രോഗങ്ങളും ഒരു സൈക്കോസൊമാറ്റിക് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് സാധാരണ ചികിത്സാ രീതികളോടൊപ്പം സ്മൃതി മെഡിറ്റേഷൻ കൂടി ഉൾപ്പെടുത്തിയാൽ ചികിത്സ വളരെയധികം ഫലപ്രദമാകും. സ്വഭാവ രീതികളിൽ തിരുത്തൽ വേണം എന്ന് തോന്നുന്നവർ ഒൻറ്റാരിയോ മെഡിക്കൽ സെന്ററിലെ സ്മൃതി മെഡിറ്റേഷൻ ഉപയോഗപ്പെടുത്തുക.